ആദ്യം ഒരു പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ കേൾക്കാം. സീറോ മലബാർ സഭയിലെ മെത്രാന്മാർ വളരെ തിടുക്കത്തിൽ ഒപ്പിച്ചെടുത്ത കുർബാന, പരിഷ്കരിച്ച കുർബാന ക്രമം 50-50 കുർബാന പ്രാബല്യത്തിൽ വരുത്താൻ. പക്ഷേ അന്ന് പല സത്യങ്ങളും മറച്ചു വയ്ക്കുകയും പല സത്യങ്ങളെയും അസത്യങ്ങളെ സത്യങ്ങളാക്കി അവതരിപ്പിക്കുകയും ചെയ്തൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇത് നടപ്പിലാക്കാനുള്ള തീരുമാനം മാർപ്പാപ്പയുടെ കയ്യിൽ നിന്ന് കത്തായി ഇവിടെ ലഭ്യമാക്കിയിരുന്നു. ആ കത്ത് കിട്ടാൻ വേണ്ടി ഇവിടെ നിന്ന് കൊടുത്തുവിട്ട രേഖകളിൽ പലതിലും ഒരുപാട് അസത്യങ്ങൾ അവരെഴുതി മാർപ്പാപ്പയെ ബോധ്യപ്പെടുത്തി. ഇതിവിടെ ഐക്യത്തിന് പകരം അനൈക്യം ഉണ്ടാകും എന്ന് ചിന്തിക്കാൻ നമ്മുടെ മെത്രാന്മാർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവര് മാർപ്പാപ്പയുടെ കൽപ്പന കിട്ടിയിട്ടുണ്ട്, ഇനി ചർച്ചയില്ല, ഇനി ഇത് നടപ്പിൽ വരുത്തിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നവംബർ 28-ാം തീയതി ഇത് പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി വീണ്ടും മെത്രാൻ സിനഡ് കൽപ്പന ഇടുകയാണ് ഉണ്ടായത്. ഈ വ്യക്തിയെ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ആൾ വെറും ചില്ലറക്കാരനല്ല, വിമത വൈദിക തീവ്രവാദികളുടെ ഒരു മുൻനിര കമാൻഡറാണ് ഈ കക്ഷി ജോയി കണ്ണമ്പുഴ. കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരിയാണ് ഇപ്പോൾ. കർദിനാൾ പാറേക്കാട്ടിൽ തുടങ്ങി വെച്ച എറണാകുളത്തിന്റെ 60 വർഷ വിമത പൈതൃകത്തിന്റെ അപ്പസ്തോലനായ ഇയാൾ കാഞ്ഞൂർ പള്ളിയിൽ ജനാഭിമുഖ കുർബാനയെ ചൊല്ലും. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക്, ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. മരിച്ചു വീണാലും ഞങ്ങൾ ജനാഭിമുഖ കുർബാനയെ ചൊല്ലൂ എന്ന് അലറിക്കൂവിയവരുടെ കൂട്ടത്തിൽപ്പെട്ട ഇയാൾ വിദേശത്ത് പോകുമ്പോൾ സിനഡ് പറഞ്ഞ ഏകീകൃത കുർബാന ചൊല്ലും. ഇന്നലെ 2026 ഏപ്രിൽ 19 ഓസ്ട്രേലിയയിൽ മെൽബണിലെ സെന്റ് മേരീസ് പള്ളിയിൽ അസൽ ഏകീകൃത കുർബാന ചൊല്ലുന്നത് കണ്ടോളൂ. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക്, ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. നലം തികഞ്ഞ സീറോ മലബാർ സഭാ മക്കൾ നിറഞ്ഞ മെൽബണിൽ ജനാഭിമുഖം ചൊല്ലിയാൽ കിട്ടുന്ന അടി അഭിഷേകങ്ങൾ അയാൾക്ക് പാഴ്സലായി കൊച്ചിയിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അക്കരെ എത്തുമ്പോൾ നല്ല കുട്ടി, ഇക്കരെ നിൽക്കുമ്പോൾ കവലച്ചട്ടമ്പി. ഈച്ചയും പൂച്ചയും പല്ലിയും പാറ്റയും കാണുമ്പോഴൊക്കെ ചുമ്മാ കുരയ്ക്കുന്ന നായ്ക്കളുടെ തിണ്ണമെടുക്ക് മാത്രമാണ് ഈ വിമതർക്കുള്ളത്. അടി കിട്ടുമെന്ന് കണ്ടാൽ വാല് വളച്ച് താറെടുത്ത് നിന്നോളും. എത്രയേ ഉള്ളൂ ഈ ജനാഭിമുഖ തീവ്രവാദികൾ എന്ന പള്ളിച്ചട്ടമ്പികളുടെ വീർ. ഇവരെ കൈകാര്യം ചെയ്യാൻ വിശ്വാസികൾ തയ്യാറായാൽ കുർബാന തർക്കം അന്ന് അവസാനിക്കും. അടിയിടി മർദ്ദനമല്ല, ശക്തമായ സംഘടിത എതിർപ്പ് പുറത്തെടുക്കുക എന്നത് മാത്രമാണ്. കണ്ണമ്പുഴ അച്ഛൻ കർദിനാൾ ആന്റണി പടിയറയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഉണ്ടായ പുകിലുകൾ കാക്കനാടുള്ള പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലെ ജീവനക്കാർ മറന്നിട്ടുണ്ടാവില്ല. കർദിനാൾ പ്രകൃതി ചികിത്സയ്ക്ക് പോകുമ്പോൾ കൂട്ടുപോകുന്ന കണ്ണമ്പുഴ 2-3 മണിക്കൂർ അവിടെ ഇരിക്കും. അത്യാവശ്യം നേരം പോക്കിനുള്ള വഴികളും കണ്ടുപിടിക്കും. 90കളിലെ കാര്യമാണ്. എന്തിനേറെ പറയുന്നു, കൂട്ടുപോയി ഒടുവിൽ വേണ്ട, അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ മാധുവിന്റെ കെട്ടിയായ പൊക്കം വന്നിട്ട് സമാധാനിപ്പിച്ചിട്ട് പിന്നെ മാധുവിന് തീക്ഷ്ണമായ വിശ്വാസവും സഭാ സ്നേഹവുമുള്ള ഒരു വിശ്വാസി എന്റെ വീഡിയോകൾ പതിവായി കണ്ട് ഒരു ദിവസം എനിക്ക് അയച്ചു തന്ന കത്തിലെ ഏതാനും വാക്യങ്ങളാണ് ഇനി ഞാൻ പറയുന്നത്. പള്ളിയും അരമനയും സഭയുടെ മുഴുവൻ സ്വത്തുക്കളും വിശ്വാസികളുടേതാണ്. ഒരു മെത്രാന്റെയും വൈദികന്റെയും കുടുംബ സ്വത്തല്ല. എന്നാൽ തങ്ങളുടെ സ്വന്തം സ്വത്താണെന്നാണ് ഈ മെത്രാന്മാർ വിചാരിക്കുന്നത്. ഇത്രയും നാൾ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണെന്ന് കരുതി നാം അവരെ ആദരിച്ചു, ബഹുമാനിച്ചു. എന്നാൽ അവർ നമ്മെ അടിമകളെ പോലെ അവഗണിച്ചു. അത് തിരുത്തിയേ പറ്റൂ. മെത്രാന്മാരും പുരോഹിതരും സഭാ നിയമങ്ങൾ അനുസരിച്ചുള്ള ആത്മീയ ശുശ്രൂഷകൾ ചെയ്യാൻ സന്നദ്ധരാകുമ്പോൾ നമ്മൾ അവരെ ബഹുമാനിക്കും. അതിനവർ തയ്യാറല്ലെങ്കിൽ അവർ സഭ വിട്ടു പോകണം. വിശ്വാസികൾ ഇവരെ തീറ്റിപ്പോറ്റേണ്ട കാര്യമില്ല. അതുപോലെ ഓരോ ഇടവകയിലും വിശ്വാസികൾ ഒന്നു ചേർന്ന്
ഏകീകൃത കുർബാന മാത്രമേ ഇവിടെ പാടുള്ളൂ എന്ന് വികാരിയോട് പറയണം. അയാൾ കേൾക്കുന്നില്ലെങ്കിൽ ജനാഭിമുഖ കുർബാന തടസ്സപ്പെടുത്തണം. എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ വിശ്വാസികൾ ഈ സംഘടിത തടസ്സപ്പെടുത്തൽ നടത്തിയതിന്റെ വിജയം എല്ലാവരും കണ്ടതാണല്ലോ. സഭ വിലക്കിയ കുർബാനയിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതെന്ത് വിശ്വാസമാണ്? എന്ത് പണ്ടാരമായാലും വേണ്ടില്ല, കണ്ടാൽ മതി എന്നാണോ കുർബാനയെ പറ്റി നിങ്ങളുടെ കാഴ്ചപ്പാട്? ജെറൂസലം ദേവാലയത്തെ അശുദ്ധമാക്കിയവരെ യേശു ചാട്ടവാർ കൊണ്ട് അടിച്ചോടിച്ചതുപോലെ ദേവാലയത്തെ അശുദ്ധമാക്കുന്ന സകല വിമത വൈദികരെയും വിശ്വാസികൾ അടിച്ചോടിക്കണം. അവരുടെ ഒരു ശുശ്രൂഷയും ഔദാര്യമല്ല. അവർ ആരുടെയും യജമാനന്മാരല്ല, വെറും സേവകരാണ്. ഇടവക ജനത്തിന്റെ തൊഴിലാളിയാണ് ഓരോ ഇടവക വൈദികനും. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇടവക ജനമാണ്. അവർ താമസിക്കുന്ന ഭവനവും കുർബാന അർപ്പിക്കുന്ന പള്ളിയും ഇടവക ജനത്തിന്റെ വിയർപ്പിന്റെ ഫലമാണ്. ഈ തൊഴിലാളികളുടെ മുമ്പിൽ വിശ്വാസികൾ എന്തിന് കൈകുപ്പി നിൽക്കണം? നിങ്ങളുടെ വീട്ടിൽ പണിക്ക് വരുന്ന ഏതെങ്കിലും ഒരു തൊഴിലാളി നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിക്കുമോ? അതിന് നിങ്ങൾ അനുവദിക്കുമോ? നിങ്ങൾ പണിക്കാരുടെ മുന്നിൽ കൈകൂപ്പി കുമ്പിട്ട് മുട്ടിടിച്ച് നിൽക്കുമോ? എവിടെയാണ് വിശ്വാസികൾക്ക് തെറ്റുപറ്റിയത്? 6 മീറ്റർ തുണിയുടെ വെള്ളക്കുപ്പായമിട്ടവരൊക്കെ സാക്ഷാൽ യേശു ക്രിസ്തുവാണെന്ന മിഥ്യാധാരണ പണ്ടേ ഉള്ളിൽ കയറ്റിവെച്ചു. അത് പണ്ടെന്നോ വൈദിക വർഗം കുത്തിവെച്ച അടിമ വിഷമാണ്. വെള്ളക്കുപ്പായം ഇട്ടത് കൊണ്ട് മാത്രം കൈവരുന്നതല്ല ദിവ്യത്വവും ബഹുമാന്യതയും എന്ന് അന്ധവിശ്വാസികൾ ഇനിയും പഠിച്ചിട്ടില്ല. അത് പഠിക്കുന്ന കാലത്തോളം ഈ പുരോഹിത വർഗത്തിന്റെ യജമാനത്വം വിശ്വാസികളുടെ അടിമത്തത്തെ മുതലെടുത്തുകൊണ്ടിരിക്കും. വിശുദ്ധിയും നന്മയും നിറഞ്ഞവരും സാത്വികരും ദിവ്യരുമായ വൈദികർ ധാരാളമുണ്ട് ഈ സഭയിൽ. ലോകമെമ്പാടുമുള്ള വൈദികരുടെ ആദരണീയ പരിവേഷത്തിന് മേൽ കരിയോയിലൊഴിച്ച് വികൃതമാക്കിയത് എറണാകുളത്തെ വിമത വൈദികരാണെന്ന് പറയാതെ വയ്യ. മെത്രാന്മാരുടെ കൊട്ടാരങ്ങൾ മുതൽ സഭയുടെ കൈവശമുള്ള സകല സ്വത്തും വിശ്വാസികൾ വിയർപ്പൊഴുക്കി സമ്പാദിച്ച പൊതുസ്വത്താണ്. എറണാകുളത്തെ മെത്രാൻ വസതികൾ വിശ്വാസികൾക്ക് പ്രവേശിക്കാൻ പാകത്തിൽ തുറന്നിടാതെ താഴും ചങ്ങലയും ഇട്ടു പൂട്ടി കാവൽക്കാരെ നിർത്തുന്നത് ആരെ പേടിച്ചിട്ടാണ്? ആടുകൾക്ക് പ്രവേശനമുള്ള ആലയാകണം സഭാ മന്ദിരങ്ങൾ. ആടുകളെ കാത്തിരിക്കുന്നവരാകണം ഇടയന്മാർ. ഈ മെത്രാന്മാരെ പോലെ തിന്മയ്ക്ക് കൂട്ടുനിൽക്കുന്നവരെ വിശ്വാസികൾ ബഹിഷ്കരിക്കണം. ഒരു സഭാസ്നേഹി അയച്ചു തന്ന കത്തിലെ വാക്കുകളാണ് ഇതുവരെ കേട്ടത്. സഭയെയും ദൈവത്തെയും ധിക്കരിക്കുകയും കുർബാനയെ അവഹേളിക്കുകയും വിശ്വാസികളെ വഞ്ചിക്കുകയും ചെയ്തിട്ടും വൈദികരോട് ഒരു വാക്ക് എതിർത്ത് പറയാൻ വിശ്വാസികൾ ധൈര്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? കൈക്കാരൻ, പാരിഷ് കൗൺസിൽ അംഗത്വം, പാരിഷ് ബുള്ളറ്റിനിൽ പേരും പടവും, ചിലപ്പോഴൊക്കെ ചുറ്റിയടിയും ചിയേഴ്സും എന്നിങ്ങനെ ചില്ലറ നക്കാപ്പിച്ച നേട്ടങ്ങൾക്ക് വേണ്ടി അച്ഛന്മാരുടെ ഒട്ടി നിൽക്കുന്നവർ ഒരക്ഷരം മിണ്ടില്ല. സഭാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്കൂൾ അധ്യാപകർ, കോളേജ് പ്രൊഫസർമാർ, ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ ഒരക്ഷരം മിണ്ടില്ല. സഭാ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രവേശനം, ഒരു ജോലി കാത്തു നിൽക്കുന്നവരും ഒരക്ഷരം മിണ്ടില്ല. സഭയും കുർബാനയും ഒന്നും അവർക്ക് വിഷയമല്ല. കയ്യിൽ കിട്ടുന്ന കാശിനേക്കാൾ വലുതല്ല ദൈവവും സഭയും കുർബാനയും. അതേ ചൊല്ലിയുള്ള തർക്കവും. അച്ഛനെ പിണക്കിയാൽ കുടുംബം കുട്ടിച്ചോറാകുമെന്ന് പേടിയുള്ള അന്ധവിശ്വാസികളും അച്ഛന്റെ എന്തൊരു തോന്നിയാസത്തിനും നേരെ കണ്ണടയ്ക്കും. ഒരക്ഷരം മിണ്ടില്ല. മമ്മൂദീസ, ആദ്യ കുർബാന, കല്യാണം, മരണം തുടങ്ങിയ അവസരങ്ങളിൽ അച്ഛനില്ലാതെ കാര്യം എങ്ങനെ നടക്കുമെന്ന് പേടിച്ച് ഒരക്ഷരം മിണ്ടാത്ത അല്പവിശ്വാസി കൂട്ടം വേറെ. ഇതെല്ലാം ഈ വർഗം മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പോലും തിരിച്ചറിയാത്ത അന്ധവിശ്വാസികളാണ് ഈ സഭയുടെ ശാപം. തന്റെ വീട്ടിൽ ഒരു മരണം നടന്നാൽ കർമ്മം നടത്താൻ മാർപ്പാപ്പ വരുമോ എന്ന് ചോദിക്കുന്ന പൊട്ടന്മാരുണ്ട് ഇവിടെ. പള്ളിയിൽ പോകുന്ന ഒരു നല്ല ശതമാനം ആളുകൾ സുഹൃത്തുക്കളെ കാണാൻ പോകുന്നവരാണ്. മറ്റൊരു കൂട്ടർ സ്വയം പ്രദർശനത്തിന് പോകുന്നവരാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ നല്ല വേഷമൊന്നും ഇടണ്ടേ? യഥാർത്ഥ ദൈവാരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി പള്ളിയിൽ പോകുന്നത് ഒരു ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ. വിഴിഞ്ഞം ബാറിലെ തർക്കത്തെ തുടർന്ന് 19ഉം 24ഉം വയസ്സുള്ള 2 മൃഗപിശാച് സന്തതികൾ ഒരു 38കാരനെ ദീർഘനേരം അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നത് കണ്ടു നിന്നത് അവരെ പോലെ തന്നെയോ അവരെക്കാളുമോ കരുത്തും പ്രായമുള്ളവരോ എന്ന് കരുതാവുന്ന ബാറിലെ ജോലിക്കാരും വഴിപോക്കരുമായ 12 പേരാണ്. അതിൽ 1-2 പേർ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തെളിവ് കിട്ടിയെന്ന് പറയാമെങ്കിലും ആരുടെയെങ്കിലും ജീവന് ഭീഷണിയുള്ള സന്ദർഭങ്ങളിൽ തെളിവുണ്ടാക്കലല്ല, ജീവൻ രക്ഷിക്കുക എന്നതാണ് പ്രധാനം. കൺമുന്നിൽ ഒരു കൊല നടക്കുമ്പോൾ ഫോട്ടോ എടുക്കൽ തികഞ്ഞ അവിവേകമാണ്. ആ അക്രമികളെ പോലെ തന്നെ അത് കണ്ടു നിന്നവരും ആ കുറ്റത്തിൽ പങ്കാളികളാണ്. അവരിൽ 4-5 പേർ മാറിപ്പോയിനടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞു ചെന്നിരുന്നെങ്കിൽ ആ അക്രമികൾ ജീവനും കൊണ്ട് ഓടുമായിരുന്നു.
കൊലയാളികളുടെ കയ്യിൽ ഒരു ആയുധവും ഇല്ലാതിരുന്നിട്ടും ആരും അതിന് മുതിർന്നില്ല. കാരണം എന്താണ്? ഭയം. നിസ്സഹായനായ ഒരുവനെ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ അവനെ രക്ഷിക്കാനോ അക്രമികളെ പിടിച്ചു മാറ്റാനോ ശ്രമിക്കാതെ അവർക്കൊപ്പം ചേർന്ന് നിസ്സഹായനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയവരും കേരളത്തിലുണ്ട് എന്നതിൽ നാം ലജ്ജിക്കണം. അട്ടപ്പാടിയിൽ മധുവിനെയും വാളയാറിൽ ഛത്തീസ്ഗഡുകാരൻ റാം നാരായൺ എന്ന കൂലിപ്പണിക്കാരനെയും കൊലപ്പെടുത്തിയത് ആൾക്കൂട്ടമാണ്. പക്ഷേ വിഴിഞ്ഞത്തെ സുമനെ രണ്ടുപേർ കൊല്ലുന്നത് കണ്ട് രസിച്ചു ആൾക്കൂട്ടം. അയാളെ രക്ഷപ്പെടുത്താൻ അവരിൽ ഒരാൾക്ക് പോലും തോന്നിയില്ല. 2 കല്ലെടുത്തെറിയാൻ പോലും ആരും തയ്യാറായില്ല. ശക്തമായ ഇടപെടൽ വീണ്ടെടുത്ത് നോക്കുകുത്തിയാവുകയും ആളാകാൻ മാത്രം വേണ്ടാത്തടത്ത് കയറി കൈവെക്കുകയും ചെയ്യുന്ന ഒരു വിചിത്ര സ്വഭാവം മലയാളികൾക്കുണ്ട് എന്ന് പറയാതെ വയ്യ. വല്ലാത്തൊരു മാനസികാവസ്ഥയാണത്. കൺമുന്നിൽ ഒരു അക്രമം നടക്കുമ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അക്രമിയുടെ പക്ഷത്താണ് എന്ന് പറഞ്ഞത് സമാധാനത്തിലുള്ള നോബൽ പുരസ്കാര ജേതാവ് ഡെസ്മണ്ട് ടുട്ടു ആണ്. സിറോ മലബാർ സഭ 105% വിശ്വാസികളും ഇതുപോലെ നിഷ്ക്രിയരും നിസ്സംഗരും നോക്കുകുത്തികളുമാണ്. ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുക എന്ന കുറ്റമാണ് ഈ നിഷ്ക്രിയത്വം. ഗാന്ധിജി, നെൽസൺ മണ്ടേല, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, ഡെസ്മണ്ട് ടുട്ടു തുടങ്ങിയ അനേകർ തങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചിരുന്ന ചൂഷണത്തിനും അടിമത്തത്തിനുമെതിരെ ധീരമായി പൊരുതിയതിന്റെ ഫലമാണ് ഇന്ന് ലോകം ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യം. സീറോ മലബാർ സഭയിലെ ഇന്നത്തെ കുത്തഴിഞ്ഞ അവസ്ഥയുടെ കാരണക്കാർ മെത്രാന്മാരും വൈദികരുമാണെന്ന് ആരോപിക്കാമെങ്കിലും അതിൽ സത്യമുണ്ടെങ്കിലും അവരുടെ സകലമാന കൊള്ളരുതായ്മകളും കണ്ടിട്ടും കണ്ണടച്ച് ഒന്നും പ്രതികരിക്കാതെ അടിമകളെ പോലെ നിശബ്ദരായിരിക്കുന്ന വിശ്വാസികളാണ് യഥാർത്ഥ കാരണക്കാർ. എറണാകുളം രൂപതയിലെ ഒരു ഇടവക വികാരി പള്ളിമേടയോട് ചേർന്ന് ഒരു പട്ടി നഴ്സറി നടത്തിയിരുന്നു. പട്ടിക്കൃഷി, അതെ, അസൽ പട്ടിക്കൃഷി തന്നെ. സമയം തികഞ്ഞു നിൽക്കുന്ന പെൺപട്ടികളെ കൊണ്ടുവന്നാൽ അച്ഛൻ മുട്ടൻ ആൺപട്ടികളുമായി ഇണ ചേർത്ത് വിടും. സഭയുടെ സന്തതികളെ വളർത്തുന്നതിനേക്കാൾ അയാൾക്ക് ഉത്സാഹം നായിന്റെ മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നതിലായിരുന്നു. ഇതൊക്കെ പറയേണ്ടി വരുന്നതിൽ എനിക്ക് തന്നെ ചമ്മലുണ്ട്. പക്ഷേ എറണാകുളത്തെ വിമത വൈദികരെ പറ്റി പറയുമ്പോൾ, സഭയെ അവർ ദ്രോഹിക്കുന്ന ചരിത്രം പറയുമ്പോൾ ഇതൊക്കെ കൂടി പറയാതെ വയ്യ. ഇതൊക്കെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അനേകമുണ്ട്. എല്ലാം വിളിച്ചു പറയാൻ കൊള്ളില്ല. ആ ഇടവകയിൽ ഒരു ചടങ്ങിന് വന്നപ്പോൾ പള്ളിമേടയിൽ ഊണൊരുക്കി. പട്ടിയുടെ ചൂടും നാറ്റവും കൊണ്ട് പൊറുതി മുട്ടിയ മെത്രാൻ പറഞ്ഞു, അയ്യോ എന്തൊരു നാറ്റം. പിന്നെ അയാളെ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയി സൽക്കരിച്ചു. ഇതേ കത്തനാർക്ക് ഒരു ജപ്പാൻ മരുന്ന് കമ്പനിയുടെ ചെയിൻ മാർക്കറ്റിംഗ് പണിയും ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആവശ്യത്തിന് ചെല്ലുന്ന വിശ്വാസികളെ ആ ബിസിനസ്സിൽ ചേർത്തിട്ട് കമ്മീഷൻ വാങ്ങുന്ന കത്തനാർ. എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം കർത്താവ് അരുളി ചെയ്യുന്നു. ആലയിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും, അവ വർദ്ധിച്ചു പെരുകുകയും ചെയ്യും. അവയെ മേയ്ക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും. ഇനിമേൽ അവ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല, ഒന്നും കാണാതെ പോവുകയുമില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. പ്രവാചകനിലും പുരോഹിതനിലും മ്ലേച്ഛത നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ഭവനത്തിൽ പോലും അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. ജെറൂസലമിലെ പ്രവാചകരുടെ ഇടയിൽ ഭയാനകമായ ഒരു കാര്യം ഞാൻ കണ്ടു. അവർ വ്യഭിചരിക്കുകയും കാപട്യത്തിൽ മുഴുകുകയും ചെയ്യുന്നു. അവർ എനിക്ക് സോദോം പോലെയാണ്, അവിടുത്തെ നിവാസികൾ ഗോമോറ പോലെയും. ജെറമിയ 23:1-14 കൂടി. ഈ നശിച്ച വർഗത്തിൻ്റെ ഇരു ചെവിയിലും പിടിച്ച് പൊക്കി പുറംപോക്കിലേക്ക് എറിയണം വിശ്വാസികൾ. പലവട്ടം ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ഭൂമിയിലെ ഒരു മനുഷ്യൻ്റെയും നിത്യജീവൻ ഒരു പുരോഹിതൻ്റെയും കയ്യിലൂടെ അല്ല വരുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നിത്യജീവൻ നേടാൻ വൈദികരെ പ്രീതിപ്പെടുത്തി ജീവിച്ചാൽ മതിയല്ലോ. വൈദികരാണോ നിത്യജീവനും നിത്യനാശവും വിധിക്കുന്നത്? എൻ്റെ കുഴിമാടത്തിൽ ഒരു വൈദികൻ കുറെ വെള്ളം തളിച്ചാൽ ആയുഷ്കാലം ഞാൻ ചെയ്തു കൂട്ടിയ തിന്മകൾക്കെല്ലാം പരിഹാരമാകുമോ? കിട്ടുമായിരുന്ന നരകശിക്ഷ അതുവഴി ഒഴിവായി ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുമോ? നന്മയിൽ മാത്രം ജീവിച്ച ഒരു വ്യക്തിയുടെ ആത്മാവ് കുഴിയിൽ വെള്ളം തളിച്ചില്ല എന്നതുകൊണ്ട് വഴിമാറി നരകത്തിലേക്ക് പോകുമോ? എറണാകുളം രൂപതയിലെ സത്യവിശ്വാസികളെ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ വൈദികരുടെയും മെത്രാന്മാരുടെയും ദൈവനിന്ദയ്ക്ക് കൂട്ടുനിൽക്കില്ല. സഭയും ദൈവവും നിന്ദിക്കപ്പെടുമ്പോൾ വിഴിഞ്ഞത്തെ കൊലപാതകത്തിലെ കാഴ്ചക്കാരെ പോലെ വെറും കാഴ്ചക്കാരാണോ നിങ്ങൾ? പ്രതികരിക്കാൻ കരുത്തു നേടൂ പ്രിയപ്പെട്ട വിശ്വാസികളെ.